ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ ഓയിലാണ്. മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണ്. 2 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ ഒരു ഹെയർ ഓയിലിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കറ്റാർവാഴ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം. പിന്നെ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. മുടി കൊഴിഞ്ഞു പോയ ഭാഗത്തൊക്കെ പുതിയ മുടികൾ വളർത്തിയെടുക്കാൻ പറ്റും. മുടിയുടെ ഉള്ളു കൂട്ടാനും മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാനും മുടി നല്ല സ്ട്രോങ് ആവാനും ഒതുങ്ങിയിരിക്കാത്ത മുടിയൊക്കെ ഒതുങ്ങിയിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു അലോവേരയാണ്. ഇപ്പോൾ ഒരു തണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 150 മില്ലി വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു എണ്ണ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ലീഫ് മതി. നിങ്ങൾ അതിൽ കൂടുതൽ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ 2ഓ 3ഓ ലീഫൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അലോവേര മുറിച്ചെടുത്ത ശേഷം ഞാനൊരു അരമണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലുള്ള ആ ഒരു മഞ്ഞ കറയൊക്കെ പോയി കിട്ടാൻ. അതിനുശേഷമാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം, ഒട്ടും കട്ടിയില്ലാതെ ആ ഒരു രീതിയിൽ. കട്ടിയിൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നേരം ഇത് അടുപ്പത്ത് കിടന്ന് തിളയ്ക്കേണ്ടി വരും ഇതൊന്നായി കിട്ടാൻ. അപ്പം വളരെ കട്ടി കുറഞ്ഞിട്ടാണ് നിങ്ങളിത് അരിഞ്ഞെടുക്കേണ്ടത്. ഒരുപാട് കാലം മുന്നേ തന്നെ മുടി കൊഴിച്ചിൽ മാറാനായിട്ടൊക്കെ എല്ലാവരും തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണ് അലോവേര. അപ്പോൾ ഇതിൽ ഒരുപാട് നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മെയിനായിട്ടും ഫാറ്റി ആസിഡ്സും അമിനോ ആസിഡ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മുടി നല്ല ഹെൽത്തി ആക്കിയിട്ട് വയ്ക്കും. നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന എല്ലാത്തരം ചൊറിച്ചിലും താരനും ഒക്കെ മാറിക്കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ അതുമാത്രമല്ല, ഇത് നമ്മുടെ മുടിക്ക് നല്ല കരുത്ത് നൽകും. അതുകൊണ്ട് തന്നെ മുടി കൊഴിയാതിരിക്കാനും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഇനി കൊഴിഞ്ഞു പോയ സ്ഥാനത്തൊക്കെ പുതിയ മുടികൾ വളർത്തിയെടുക്കാനുള്ള കഴിവ് കറ്റാർവാഴയ്ക്കുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ വേണം. അതെന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ ഉള്ളിയാണ്. വലിയ ഉള്ളിയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. രണ്ടിനും 2 സൈസായി കഴിഞ്ഞാൽ നമുക്കിത് പാകമായി കിട്ടാൻ ടൈം എടുക്കും. ഉള്ളിയിൽ സൾഫർ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും പുതിയ മുടികൾ വളരാനും ഒക്കെ സഹായിക്കും. നിങ്ങൾക്ക് കഷണ്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഉള്ളി യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതാണ്. അത്രയ്ക്ക് എഫക്റ്റീവാണ്. നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. പുതിയ മുടികളൊക്കെ ഉണ്ടായി വരുന്നത് നിങ്ങൾക്ക് ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ അറിയാൻ പറ്റുന്നതാണ്. അപ്പം ഇനി ഈ ഒരു ഉള്ളിയും കൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് എണ്ണ കാച്ചുന്ന പരിപാടിയിലേക്ക് അടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ലത് ഇരുമ്പ് ചട്ടിയിൽ എണ്ണ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഒരു 150 മില്ലി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കറ്റാർവാഴയും ഉള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. നിങ്ങളിത് അടുപ്പിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. പിന്നെ നല്ല തീയിൽ ഇത് കുക്ക് ചെയ്തെടുക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങളിത് കുക്ക് ചെയ്തെടുത്താൽ മതി. ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ആവുന്ന സമയത്താണ് നമുക്കിത് റെഡിയായി കിട്ടുന്നത്. ചിലർക്ക് മുടി കൊഴിച്ചിൽ കൂടാതെ മുടിയുടെ കട്ടി കുറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ തിന്നായിട്ടുള്ള മുടി വളരുന്നത് തടയാൻ ഉള്ളി നല്ലതാണ്. ഉള്ളിയിലുള്ള സൾഫർ കണ്ടൻറ്റ് നല്ല കട്ടിയുള്ള മുടി വളരാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു മുടിയുടെ കട്ടി കുറഞ്ഞു പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഉള്ളിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അകാല നരയൊക്കെ തടയാൻ ഇത് നല്ലതാണ്. പിന്നെ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഉള്ളിയിലുണ്ട്. ഏറ്റവും മെയിനായിട്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കും, പുതിയ മുടികൾ വളർത്തിയെടുക്കുകയും ചെയ്യും.
എണ്ണ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എണ്ണയുടെ പാകം മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഒരു പത നിന്ന് കഴിയുന്ന സമയത്താണ്. അപ്പോൾ ഇങ്ങനെ പത നിൽക്കാനായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ എണ്ണ മൂത്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇറക്കി വയ്ക്കുക. എണ്ണയ്ക്ക് ഒരുപാട് ചൂടുണ്ട് അല്ലെങ്കിൽ മൂപ്പ് കൂടി പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചട്ടിയുടെ ചൂടും കൊണ്ട് ഒന്നും കൂടെ ഇതിൻ്റെ മൂപ്പ് കൂടിപ്പോവും. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് എണ്ണ തണുത്ത ശേഷം ഇതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അരിക്കാതെ വെച്ച് കഴിഞ്ഞാൽ എണ്ണ പെട്ടെന്ന് ചീത്തയായിപ്പോവും, കാറിപ്പോവും. ഒരു ബാഡ് സ്മെല്ലൊക്കെ കുറച്ച് കഴിയുമ്പോൾ വരും. നമ്മൾ എത്രയൊക്കെ കാച്ചി എടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ അരിക്കാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എണ്ണ ചീത്തയായിപ്പോൾ. അപ്പോൾ തണുത്ത ഉടനെ തന്നെ നിങ്ങളിത് അരിച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇനി നമുക്ക് എണ്ണ ഉണ്ടാക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടില്ല. ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചേർക്കുന്നത്, എത്ര ദിവസമാണ് നമ്മൾ അതിൽ വെക്കേണ്ടത് എന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഉലുവയാണ്. നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിൽ ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ് ഉലുവ. നമ്മുടെ മുടി വളരാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് ഉലുവ. ഒരു 2 സ്പൂൺ ഉലുവയാണ് നമുക്കിപ്പോൾ ഇവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ബോട്ടിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഉലുവ ഇട്ട് വെച്ചിട്ടുള്ള ഈ ഒരു കുപ്പിയിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു എണ്ണയ്ക്ക് കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടും. നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറ്റാനും പുതിയ മുടികൾ വളർത്തിയെടുക്കാനും ഒക്കെ ഇത് സഹായിക്കും. ഉലുവ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരൻ മാറി കിട്ടാനും കൊഴിഞ്ഞു പോയ സ്ഥലത്തൊക്കെ പുതിയ മുടികൾ പെട്ടെന്ന് തന്നെ വളർന്നു വരാനും മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവ പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉലുവ ഇങ്ങനെ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ ഒരു എണ്ണ യൂസ് ചെയ്താൽ നമുക്ക് അത്ര തന്നെ റിസൾട്ട് കിട്ടില്ല. അപ്പം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് ഇതൊരു 2 ആഴ്ചത്തേക്ക് നമ്മൾ എവിടെയെങ്കിലും നന്നായിട്ട് തന്നെ സൂക്ഷിച്ച് വയ്ക്കണം. അനക്കാതെ ഒരു മൂലയ്ക്ക് വയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ വെയിലത്തൊന്നും വെക്കേണ്ട കാര്യമില്ല. നമ്മുടെ റൂമിൻ്റെ ഉള്ളിലായിട്ട് എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി. 2 ആഴ്ച കഴിഞ്ഞിട്ട് യൂസ് ചെയ്താൽ മതി. ആ ഒരു സമയത്ത് തന്നെ ഉലുവ ഈ ഒരു എണ്ണയിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഉലുവയുടെ മുഴുവൻ ഗുണങ്ങളും ഈ ഒരു എണ്ണയിലേക്ക് ഇറങ്ങി കിട്ടും. അതുകൊണ്ടാണ് 2 ആഴ്ച കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ കാച്ചി എടുത്തിട്ടുള്ള ഈ ഒരു എണ്ണ യൂസ് ചെയ്യേണ്ടത് നോക്കാം. നിങ്ങൾക്ക് 2 രീതിക്ക് യൂസ് ചെയ്യാം. ഒന്നുകിൽ കുളിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് യൂസ് ചെയ്യാം. കുളിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു അരമണിക്കൂർ മുന്നേ ആയിട്ടെങ്കിലും നിങ്ങൾ ഈ ഒരു എണ്ണ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം നിങ്ങളുടെ മുടിയൊക്കെ ഒന്ന് ചീകി വൃത്തിയാക്കിയിട്ട് അതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം നിങ്ങൾ തലയോട്ടിയിലാണ് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. നല്ലൊരു മസാജും കൂടെ കൊടുക്കുക. പിന്നീട് മുടിയിലും കൂടെ തേച്ച് കൊടുക്കുക. പിന്നെ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണിത്. ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു 3 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്ത് കൊടുത്താൽ മതി. കാച്ചിയ എണ്ണയാകുമ്പോൾ എപ്പോഴും ഒരു തണുപ്പ് കൂടുതലായിട്ടുണ്ടാവും. അപ്പം കുട്ടികൾക്ക് തണുപ്പൊന്നും പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുളിക്കുന്ന സമയത്ത് നിങ്ങൾ സോപ്പ്, ഷാമ്പു ഇതൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് എപ്പോഴും താളി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടോ കഴുകിയെടുക്കുക. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഏതെങ്കിലും ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യേണ്ടത്. പിന്നെ എല്ലാ ദിവസവും യൂസ് ചെയ്താലേ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. പിന്നെ രാത്രി തേച്ച് കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് മുടിയൊക്കെ ചീകി വൃത്തിയാക്കിയിട്ട് നിങ്ങൾ സ്കാൽപ്പിലും നിങ്ങളുടെ മുടിയിലും ഒക്കെ ഇത് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് പിറ്റേ ദിവസം കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ വാഷ് ചെയ്ത് കളയുക. രാത്രി തേച്ച് പിടിപ്പിക്കുന്നവർക്കാണ് കുറച്ചും കൂടെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുക. കാരണം ഈ ഒരു എണ്ണ തലയിൽ കുറേ നേരം നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. പക്ഷേ ഇതെല്ലാവർക്കും പോസിബിൾ അല്ല. പെട്ടെന്ന് നീരിറക്കമൊക്കെ ഉണ്ടാകുന്നവരാണെങ്കിൽ അവർ രാത്രി തേക്കേണ്ട, പകൽ യൂസ് ചെയ്താൽ മതി. അതും കുറച്ച് സമയം മാത്രം വെച്ചാൽ മതി. തലയ്ക്ക് തണുപ്പ് പ്രശ്നം ഇല്ലാത്തവർക്ക് രാത്രി യൂസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ ഈ ഒരു എണ്ണ ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്